ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസിയ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വല്ല വർത്താനം പറയാൻ വല്ല ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത് തന്നെ ഒരു കണ്ടൻറ്റ് ആക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വേറെ എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കങ്ങനെ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് ടൈമില്ല. അപ്പോൾ എനിക്ക് ഇതാവുമ്പോൾ കുറച്ചും കൂടെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഇരുന്ന് വർത്താനം പറഞ്ഞാൽ ഒരു കണ്ടൻറ്റ് ആകുന്ന എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ജേണി ഇട്ടിട്ട് വലിയ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഒരാഴ്ച വന്നില്ല എന്നുള്ള റീസൺ കേൾക്കാൻ ഒരു 100 സംതിങ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മറ്റേതിനങ്ങോട്ട് വ്യൂസ് കയറുന്നില്ല. 1 2 3 വ്യൂസിൽ ഞാൻ കിടക്കും കേട്ടോ. അപ്പോൾ അതിനങ്ങനെ അത്യാവശ്യം കുറച്ച് വ്യൂസ് ഉള്ളായിരുന്നു കേട്ടോ. അപ്പുറത്തൊക്കെ വന്ന് നോക്കിയിട്ട് എനിക്കത് ചെറിയ നാണക്കേട് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഇന്ന് എനിക്ക് വർത്താനം അടിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കാരണം എൻ്റെ നേഴ്സിംഗ് ജേണിയാണ്. അതെന്ന് വെച്ചാൽ ഇതൊരു വലിയ സംഭവമാണ്. അത് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഞാൻ എങ്ങനെ തുടങ്ങുന്നു എങ്ങനെ അവസാനിക്കുന്നതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒന്നും ആലോചിക്കേണ്ടതിന് വളവള പറയുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഞാൻ കുറച്ച് ആലോചിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകും. അതാണ് എനിക്ക്. അപ്പം പിന്നെ വിചാരിച്ച് വർത്താനം അടിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ചെയ്യാം. അപ്പോൾ എൻ്റെ നേഴ്സിംഗ് എന്ന് വെച്ചാൽ എൻ്റെ മറ്റേ ട്രേക്കകത്ത് കുറച്ച് സിറിഞ്ചസും കുറച്ച് ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു മാലാക കഥകളിലെ നേഴ്സായിരുന്നു ശരിക്കും എൻ്റെ മൈൻഡിൽ. നേഴ്സ് ഇവിടെ വരുന്നവരേ അങ്ങനെ തന്നെയായിരുന്നു. നേഴ്സിങ്ങിൽ ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡ് മേക്കിങ് അല്ലെങ്കിൽ സ്പഞ്ച് ബാത്ത് ഇതൊന്നും ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ വിചാരം നേഴ്സിംഗ് എന്ന് വെച്ചാൽ മെഡിസിൻ കൊടുക്കുക, കെയർ കൊടുക്കുക, അത് തന്നെയാണ്. അല്ലാണ്ട് ഈ സ്പഞ്ച് ബാത്ത് ബെഡ് മേക്കിങ് എല്ലാം ചെയ്യണമെന്നൊന്നും അപ്പം അറിയില്ല. അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സിറിഞ്ചെന്ന് വെച്ചാൽ ഭയങ്കര പേടി. ഞാൻ കുത്തിവെക്കാനൊന്നും സമ്മതിക്കുന്നൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ എണ്ണയൊന്ന് കുത്തി വെക്കണമെങ്കിൽ കുറേ പേര് പിടിച്ച് കിട്ടിയിട്ടായിരുന്നു ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വരുന്നവരെ അങ്ങനെയായിരുന്നു. എന്നെ വാപ്പിയൊക്കെ ഉമ്മയെ അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. ഉമ്മ അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കാൻ കയറത്തില്ല, കാരണം ഉമ്മയെ കൊണ്ട് പറ്റത്തില്ല. വാപ്പി സിസ്റ്റർമാരൊക്കെ പിടിച്ച് കൊട്ടിയിട്ടായിരിക്കും എന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. എനിക്ക് സിറിഞ്ചെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. എനിക്ക് സൂചി അതുവരെ ഞാൻ ഭയങ്കര ധൈര്യത്തിൽ നിന്നാലും സൂചി കാണുമ്പോൾ ഞാൻ പതറും. അങ്ങനെ കരഞ്ഞ് വിളിച്ച് അങ്ങനെ സൂചി പേടിയുള്ള എനിക്ക് കുത്താനും പേടിയാണ്. പക്ഷെ കുത്താൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അങ്ങനെ നേഴ്സിംഗ് വേണം പക്ഷെ നേഴ്സിംഗ് വേണമെന്നൊരാഗ്രഹം കയറാനും വേറൊരു കാര്യമുണ്ട്. കാരണം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കുഞ്ഞു പിള്ളേരോട് ചോദിക്കത്തില്ലേ ആരാവണം, അപ്പോൾ നമ്മൾ പറയും ഡോക്ടറാവണം, പോലീസാവണം, അങ്ങനെയൊക്കെ പറയത്തില്ല. അതുപോലെ ഞാനും പറഞ്ഞു എന്നോട് ആരാവണം എന്ന് നോർമലി വീട്ടിൽ നിന്ന് എന്താ വാപ്പി എന്താ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു എനിക്ക് എന്താ ഡോക്ടറാവണം. എനിക്ക് ആ സമയത്ത് ബയോളജി ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് ബയോളജി കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ മലയാളം മീഡിയം കൂടാണ്. അപ്പോൾ എനിക്ക് പഠിക്കാൻ വലിയൊരു ഡിഫിക്കൽട്ടി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബയോളജി അപ്പം എൻ്റെ മൈൻഡ് മൊത്തം ഇതൊക്കെ പഠിക്കുന്നു, ഡോക്ടറാവുന്നു. എനിക്കതിന് എത്ര എക്സ്പെൻസ് വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അത് എന്തോരം പഠിക്കാനുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് എൻ്റെ വിചാരം ഇതുപോലെ, അതായത് 5-6 ക്ലാസ്സുകൾ ഞാൻ ഒന്നുകൂടെയൊക്കെ തന്നെ നഴ്സിങ്ങിന് കാണത്തരത്തൊക്കെ തന്നെ ഡോക്ടറിനും കാണത്തുള്ളൂ എന്നൊരു ഒരു മിഥ്യാധാരണയായിരുന്നു എൻ്റെ ഉള്ളിൽ. എത്ര പഠിക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ അതിന് എത്ര കോസ്റ്റ് ആവുന്നൊന്നും എനിക്കറിയത്തില്ല, ഒന്നും ഞാൻ ചിന്തിക്കുന്നുമില്ല. എനിക്ക് ഡോക്ടറാവണം, ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറാവണം. പക്ഷേ എൻ്റെ ആ ഒരു വാക്ക് എന്നെക്കാട്ടിലും കൊണ്ടതെൻ്റെ വാപ്പിക്കാം കൊണ്ടെന്ന് വെച്ചാൽ വാപ്പി പിന്നെ എപ്പോഴും പറയും എൻ്റെ ഇത് മാറുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ചിന്ത മാറുന്നില്ല, ഡോക്ടറാവണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാനത് ഉറപ്പിച്ച് പറഞ്ഞതാണ് ഡോക്ടറാക്കണം എന്ന് പറയുന്നില്ല. അപ്പോൾ വാപ്പി അങ്ങനെ പറയുമ്പോൾ ഞാൻ ഡോക്ടറാവും എങ്ങനെയാണ് എൻ്റെ മൈൻഡ് മൊത്തം. പക്ഷെ എനിക്കറിയില്ല എന്ത് സംഭവമാണെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് ശരിക്കും ഇത് പഠിക്കുന്നതിന് ഇത്ര രൂപ ചിലവാകും എന്ന് എനിക്ക് അറിഞ്ഞു തുടങ്ങി. അപ്പം ഞാൻ മനസ്സിലാക്കി എൻ്റെ വാപ്പിയെ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ കൊണ്ടോ കൂട്ടിയാക്കൂടുന്നതല്ല ഡോക്ടർ. പിന്നെ ഈ മെറിറ്റ് പോലുള്ള സംഭവങ്ങളിൽ കിട്ടണമെങ്കിൽ അതനുസരിച്ചുള്ള മാർക്ക് വേണം. എനിക്കത് നടക്കൂല, അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്കൊരു ബ്രില്യൻ്റ് സ്റ്റുഡൻ്റ് ഒന്നുമില്ല. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ വേറെ ആരും നന്നായിട്ട് പഠിക്കാത്തത് കൊണ്ട് തന്നെയും ഞാൻ കുറച്ച് ടോപ്പായിട്ട് നിന്നിട്ടുണ്ട്. 10th വരെ പഠിപ്പി എന്നൊരു പേര് എനിക്കുണ്ടായിരുന്നു. കാരണം എന്നെക്കാട്ടിൽ പഠിക്കാത്ത ഒരാൾ. കാരണം ഞങ്ങളുടെ 10th വരെ എൻ്റെ ക്ലാസ്സിൽ 20 സ്റ്റുഡൻസിന് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. മലയാളം മീഡിയത്തിൽ 20 പേരെ ഉണ്ടായിരുന്നു. ആ 20 പേരിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് ഞാനായിരുന്നു. അപ്പോൾ വീട്ടിലാണെങ്കിലും ശരി, ഒരു പൊതുവേ എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഒരു ടോപ്പിക്കുണ്ട്, ഞാൻ നന്നായിട്ട് പഠിക്കും എന്നൊരു ടോപ്പിക്കുണ്ട്.
അപ്പോൾ എൻ്റെ വിചാരം എന്നെക്കൊണ്ട് പറ്റും, ഇത് പറ്റുന്നില്ലേ അപ്പോൾ അതും പറ്റും എന്നൊരു വിചാരമാണ്. അങ്ങനെ അപ്പോൾ പിന്നെ എനിക്ക് വാപ്പിയോട് അയ്യോ എനിക്ക് നഴ്സിംഗ് വേണ്ട, പക്ഷെ എൻ്റെ ആഗ്രഹം പോയിട്ടില്ല. പക്ഷെ എൻ്റെ മൈൻഡിൽ വേറൊരു ആഗ്രഹം വരാത്തത് കാരണം വാപ്പിക്ക് ആഗ്രഹം നടത്തണം, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ 10ാം ക്ലാസ് ആയപ്പോൾ ഡോക്ടർ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ നഴ്സിംഗ്. പിന്നെ ആ ഒരു സമയമായപ്പോൾ തോന്നി എനിക്ക്, ഞാൻ ചിന്തിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ BSc നഴ്സ് അല്ലെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. BSc നഴ്സിംഗ് അതായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷെ +2 ഉഴപ്പിയോ എന്ന് ചോദിച്ചാൽ ഞാൻ കാര്യമായിട്ട് ഉഴപ്പിയായിരുന്നു. പഠിച്ചോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊട്ടാണ്ട് പാസ്സായി. പക്ഷെ എനിക്ക് വലിയ മാർക്കൊന്നുമില്ലായിരുന്നു. എനിക്ക് 76% അങ്ങോട്ടേ മാർക്കുണ്ടായിരുന്നുള്ളൂ, മാർക്ക് കുറവായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത ഇതും അങ്ങോട്ട് താഴെ വന്നു. അഡ്മിഷൻസ് തപ്പാൻ തുടങ്ങി. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പഠിച്ചുകൊണ്ട് നിൽക്കുന്നവർക്കൊക്കെ തന്നെ അറിയായിരിക്കും 10 ലക്ഷം രൂപ എത്ര കോഴ്സ് ഫീ, ഈ 7-8 എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചിറങ്ങുമ്പോൾ 10-12 രൂപ എന്തായാലും ചിലവാകും. അപ്പോൾ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഇച്ചിരിച്ച് 10-100 പിറക്കുന്ന പോലല്ല ഒറ്റയടിക്ക് 50-1 ലക്ഷമൊക്കെ എടുക്കുന്നത്. അത് നടക്കൂല. എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം ഒരു വട്ടം ചിലപ്പോൾ ഒപ്പിക്കായിരിക്കും, പക്ഷെ നെക്സ്റ്റ് ഇയർ പിന്നെ അടയ്ക്കാൻ പറയുമ്പോൾ പെടും. അങ്ങനെ വീട്ടിൽ കുറേ എടുത്ത് അന്വേഷിച്ചു. ഫോം നമുക്ക് ഈ +2 ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഞാൻ എല്ലാവർക്കും നമ്പർ കഴിഞ്ഞ് എല്ലാം എഴുതി ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കുമായിരുന്നു. അപ്പോൾ കുറേ കോളേജുകളിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറേ കോളേജുകളിൽ നിന്ന്. അപ്പം എല്ലാ കോളേജ് അറ്റൻഡ് ചെയ്യും. പക്ഷെ എല്ലാവരും പറയുന്ന അഡ്മിഷൻ ടൈമിൽ ഇത്ര രൂപ അടയ്ക്കണം. പക്ഷെ ആ ടൈമിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് നിൽക്കുമായിരുന്നു എൻ്റെ വീട്ടിൽ. കാരണം എൻ്റെ വീട്ടിൽ അഡ്മിഷൻ ഫീ അടയ്ക്കാൻ കാശ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. അങ്ങനെ എല്ലായിടവും ചോദിച്ചു നോക്കി. അഡ്മിഷൻ ഫീ ഇല്ലാണ്ട് കയറിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ആദ്യം അവർ എല്ലാ കോളേജിൽ നിന്നും പറഞ്ഞുകൊണ്ടിരുന്നത് 10 രൂപ അടച്ചിട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ, അപ്പോൾ ക്ലാസ് തുടങ്ങത്തില്ല, 10 രൂപ കൊടുത്ത് അഡ്മിഷൻ 10 വെച്ചാൽ 10,000 രൂപ കൊടുത്തിട്ട് അഡ്മിഷൻ എടുത്തിട്ടിട്ട്, അതായത് ചേരാൻ ചെല്ലുമ്പോൾ ക്ലാസ് തുടങ്ങി നമ്മളവിടെ ചെല്ലുമ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം രൂപ എന്തോ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പി പറഞ്ഞു അത് ഞങ്ങൾ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണ്. ആ ഒരു ടൈമിൽ ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഈ ജൂണിൽ 10,000 അടച്ചിട്ട് ഒരു ഓഗസ്റ്റ് വരുമ്പോഴേക്കും ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ അടയ്ക്കാനുള്ള ഗതി എൻ്റെ വീട്ടിലില്ല. അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഈ 10 അടയ്ക്കാം, 10,000 അടച്ചൊക്കെ അഡ്മിഷൻ എടുക്കാം, പക്ഷേ ഈ 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം ഒന്ന് മാറ്റി തരുമോ, അല്ലെങ്കിൽ അതൊരു അടുത്ത വർഷം അടച്ചാൽ മതി, ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 5-6 മാസം കഴിയുമ്പോൾ അടച്ചാൽ മതിയോ എന്ന് വിളിക്കുന്ന കോളേജുകാരോടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതാരും അംഗീകരിക്കില്ല. എല്ലാ കോളേജും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അത് അടച്ചേ പറ്റൂ. അപ്പോൾ എന്നോട് ഇടയ്ക്ക് തീരുമാനം മാറി. എന്നിട്ട് എന്നോട് പറഞ്ഞു BSc നഴ്സിംഗ് വിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ വാപ്പയുടെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു എന്നെ നഴ്സിങ്ങിന് വിടണോ. കാരണം എൻ്റെ വാപ്പി എന്ന് വെച്ചാൽ ഒരുപാട് നല്ല സമ്പാദ്യം എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ആളാണ്. വാപ്പിയാണെങ്കിലും വാപ്പിയുടെ അനിയനാണെങ്കിലും എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ഒരുപാട് സമ്പാദ്യം ഇല്ലാത്തൊരു ഫാമിലിയാണ് ഞങ്ങൾ. വാപ്പിയാണെങ്കിലും വാപ്പിയുടെ അനിയൻ കൊച്ചാണെങ്കിലും ഞങ്ങൾ 2 പേരും വാടകയ്ക്കാണ് താമസിക്കുന്നത്. സോ അപ്പോൾ എന്നെയെങ്കിലും അല്ലെങ്കിൽ മക്കളെയെങ്കിലും നല്ല രീതിയിലാക്കണം എന്നൊരു ചിന്തയുണ്ട്. അപ്പം എൻ്റെ വാപ്പയുടെ ഭയങ്കര ആഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഡോക്ടർ ആവണം എന്ന് 5ാം ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏക്കും പൂക്കും അറിയാത്ത പ്രായത്തിൽ ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഡോക്ടർ ആവണത്. പക്ഷെ അത് എന്നെക്കാട്ടിലും കൊടുത്തിയത് വാപ്പയുടെ മൈൻഡിലാണ്. അപ്പോൾ ഇവരിങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് പറയണമെന്നുണ്ട്, എനിക്ക് നഴ്സിംഗ് വേണ്ട. പക്ഷെ പിന്നെയും എനിക്ക് ഈ നഴ്സിംഗ് അല്ലെങ്കിൽ എന്നൊരു ഓപ്ഷൻ ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്തിനു പോയാൽ ഞാൻ സക്സസ് ആവും എനിക്കറിയത്തില്ല. കാരണം എൻ്റെ ലൈഫല്ലേ. അപ്പം എന്നോട് ചോദിച്ചു B.Pharm പോവാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സമ്മതിച്ചു. എങ്കിലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. കാരണം അപ്പോഴും എനിക്കറിയത്തില്ല എന്തോരം പഠിക്കാനുണ്ടെന്ന്, അല്ലെങ്കിൽ എൻ്റെ ഫീ മാത്രമുള്ളായിരുന്നു എൻ്റെ മുന്നിലെ തടസ്സം അപ്പോഴും. അപ്പോൾ എൻ്റെ മുന്നിലെ തടസ്സം മൊത്തം ഫീ ആണ്, അല്ലാണ്ട് ഇത്ര പഠിക്കാനുണ്ട്. അപ്പോഴും അവിടെ ഇടിമഴയുണ്ട് കേട്ടോ, നല്ല ഇടിമഴയുണ്ട്. കേൾക്കാൻ പറ്റുമായിരിക്കും. ഞാൻ തുറന്നാ സംസാരിക്കുന്നത്. ഇവിടെ നമ്മളെ അപ്പുറത്തൊക്കെ വന്നിട്ട് അങ്ങനെ കുറേ നോക്കിയാണ് അവസാനം ഒരു ദിവസം ഞാൻ ഒരു ദിവസം ഞാൻ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഒരു ദിവസം നമ്മുടെ കായംകുളത്ത് തന്നെ ഏതോ 2 സെൻറ്ററുകളിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 സെൻറ്ററിലും പോകാൻ പറഞ്ഞു.
അങ്ങനെ 2 സെൻറ്ററിലും പോയി. അപ്പോൾ ഒരു സെൻറ്ററിൽ വാപ്പിയുടെ ഒരു ഫ്രണ്ടാണ്. വാപ്പിയുടെ ഫ്രണ്ട് അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ അറിയുന്നത് വാപ്പിയുടെ ഫ്രണ്ടാണെന്നും വാപ്പിയുടെ ഫോട്ടോ എന്നെ കണ്ടിട്ട് ആരുടെ മോളാണെന്ന് ചോദിച്ചു. കാരണം ഞാൻ അവിടെ എല്ലാവരും പറയും ഞാൻ എൻ്റെ വാപ്പിയെ പറിച്ച് വെച്ച പോയിരിക്കുക. അപ്പോൾ ആരുടെ മോളാണെന്ന് ചോദിച്ചു. അങ്ങനെ ഇന്നാരുടെ മോളാണെന്ന് പറഞ്ഞ് അപ്പോഴാണ് അറിയുന്നത് എൻ്റെ വാപ്പിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് വിളിക്കാൻ. അങ്ങനെ അവർ വഴി കോണ്ടാക്ട്സ് ഒക്കെ പോയി. അപ്പോൾ ഞങ്ങൾ 2 കോളേജ് കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ബാംഗ്ലൂരും ഒരെണ്ണം ഹൈദരാബാദ്. ബാംഗ്ലൂർ കോളേജിൽ പോയില്ല. ഹൈദരാബാദ് കോളേജ് എന്തോ വാപ്പിയുടെ ഫ്രണ്ട് കൊണ്ട് എന്തോ വാപ്പിക്ക് കൂടുതൽ വിശ്വാസം തോന്നിയതും അങ്ങനെ ഞങ്ങളിവിടെ ഹൈദരാബാദ് പോവാന്ന്. അപ്പോൾ ആദ്യം അപ്പം ഞാനും ചിന്തിക്കുന്നില്ല ഇത്രയും ദൂരം ഞാൻ പോയി പഠിക്കണോ എന്നൊന്നും എൻ്റെ മൈൻഡിലില്ല. എൻ്റെ മൈൻഡിൽ ന്യൂസിന് പഠിക്കാം അത്രയും ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മൈൻഡിൽ. പിന്നെ അപ്പം പറഞ്ഞു പെട്ടെന്ന് അഡ്മിഷൻ എടുക്കണം, 15 സീറ്റും കൂടെ ഉള്ളൂ, പെട്ടെന്ന് അഡ്മിഷൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊണ്ടുപോയി അഡ്മിഷനെല്ലാം ഫിക്സായി. അഡ്മിഷൻ ഫിക്സായി. അപ്പോൾ പിന്നെ അവിടെയും വേറെ ഓഫറൊന്നും തോന്നില്ല. ക്യാഷ് അതുപോലെ തന്നെയാണ്, എല്ലാ കോളേജുകാരും പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ പിന്നെ മനസ്സിലായി നഴ്സിംഗ് അങ്ങനെ പഠിപ്പിക്കാനേ പറ്റൂ. അപ്പോൾ പിന്നെ പെരവാസ്തോലി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ ചാനലിൽ കിടപ്പുണ്ട് പെരവാസ്തോലിയുടെ വീഡിയോ ഒക്കെ. പെരവാസ്തോലി വെച്ചിട്ട് അങ്ങനെ കാശ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ടാണ് എന്നെ കൊണ്ടുവരുന്നത് ഹൈദരാബാദിലേക്ക്. അപ്പോഴും എൻ്റെ മൈൻഡിലില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ഹൈദരാബാദിലാണ് വരുന്നതെന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം എല്ലാവരോടും നെക്സ്റ്റ് +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിനോട് നാട്ടുകാരൻ അയ്യോ എൻ്റെ പൊന്നേ ഹൈദരാബാദെന്ന് പറയുമ്പോൾ അത്രയും ദൂരെ എന്താ പോയത്. അപ്പം നമ്മൾ അത്രയും ആഗ്രഹത്തിൽ പോകാൻ നിൽക്കുമ്പോൾ നമ്മളോട് അയ്യോ എന്താ അത്രയും ദൂരെ എടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് അയ്യോ അബദ്ധമായോ എന്നൊരു തൊട്ട് എനിക്ക് ഒരുപാട് പ്രശ്നം വേണ്ടി വന്നിട്ടുണ്ട്. അബദ്ധമായോ. പക്ഷെ ഇല്ല, വേണ്ട, എനിക്ക് പോകണം. ഇനിയിപ്പോൾ എൻ്റെ മൈൻഡിൽ വേണ്ട, പിന്തിരിയരുത് എന്നിങ്ങനെ വന്നിട്ട് ഞാൻ ഓക്കെ എല്ലാം സെറ്റായി. പിന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറക്കി ഞാൻ പഠിക്കാൻ പോകുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് അപ്പോഴും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിൽ നമ്മളിനി വീട് വിട്ട് നിൽക്കാൻ പോവാണെന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ പട്ടി മുങ്ങുന്നാല മുങ്ങി അങ്ങനെയൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നു. അപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അനിയനാണെങ്കിലും 3 പേരും കൂടെ എന്നെ കൊണ്ടുവിടാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് കൊച്ചാടിക്കലും വാപ്പൂൻ്റെ അടിക്കലൊക്കെ ഞാൻ അങ്ങനെ എൻ്റെ വീടും കൊച്ചാട് വീടും അടുത്തടുത്തായതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്കിങ്ങനെ മിസ്സിങ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഒരിടയ്ക്ക് ഞാൻ ഡെയിലി പോകും, എന്നും ഞാൻ അവിടെ പോകുമായിരുന്നു. പിന്നെ എനിക്ക് വയ്യാണ്ടൊക്കെ അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് 1-2 ഒരാഴ്ചയൊക്കെ പോയില്ലെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അവിടെ ആയിരിക്കും. എൻ്റെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ കൊച്ചടങ്ങി ഞാൻ പോയിരിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ അങ്ങനെ കയറി ഇറങ്ങി നടന്നിട്ട് പെട്ടെന്ന് ഞാൻ ഹൈദരാബാദ് വരെ പോകുന്നു. അപ്പോൾ എനിക്ക് എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് 1.5 ദിവസമൊക്കെ എടുക്കും ഹൈദരാബാദ് പോയിട്ട് വരാൻ. അങ്ങനെ ഞാൻ ഇവിടെ കയറി വന്നു. ഇവിടെ കയറി വരുമ്പോഴും വാപ്പി ഉമ്മയും ഉണ്ടല്ലോ, അപ്പം അത്രയും മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ വന്ന് ഞങ്ങൾ അഡ്മിഷനൊക്കെ എടുത്ത് സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ അന്ന് ഇവിടെ നിന്നൊന്നുമില്ല. അന്ന് ഞങ്ങൾ ഹോട്ടലിൽ പോയി നിന്നു. ഹോട്ടലിൽ നിന്ന് പിറ്റേന്നാണ് എന്നെ കൊണ്ടുവിട്ടിട്ട് പോകുന്നത്. അപ്പോഴും ക്ലാസ് തുടങ്ങിയിട്ടില്ല. കറണ്ട് പോയി ഗൈസ്. ഇവിടെ നല്ല മഴ കേട്ടോ, ഇടിയും വെട്ടി മഴ പെയ്യുന്നുണ്ട്. കറണ്ട് പോയി. അയ്യോ, ഫോണിൽ ചാർജ് ഉണ്ടാവും. 65 ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. പിറ്റേന്ന് ക്ലാസ് തുടങ്ങിയിട്ടില്ല അപ്പോഴും. എന്നിട്ട് ഞാൻ ഒരാഴ്ചയൊക്കെ ഞാൻ വീട്ടിൽ വിളിച്ച് വർത്താനൊന്നും പറയത്തൊന്നുമില്ല. വീട്ടിൽ വിളിച്ച് അപ്പം ഞാൻ കരച്ചില്ല. അങ്ങോട്ട് കേൾക്കുന്ന മൊത്തം കരച്ചില്ല, ഇങ്ങോട്ട് കേൾക്കുന്നത് കരച്ചില്ല. ഒരാഴ്ചയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ക്ലാസ്സൊക്കെ തുടങ്ങി. ഫസ്റ്റൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ടോപ്പിക്സൊക്കെ എടുക്കും. പിന്നെ അങ്ങോട്ട് പോയി തുടങ്ങിയപ്പോൾ എനിക്കറിയത്തില്ല, എനിക്കിവിടെ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പഠിച്ച സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ചു കിട്ടിയിട്ട് MSM സ്കൂൾ എല്ലാവർക്കും അറിയായിരിക്കും. കായംകുളത്ത് MSM HSS കായംകുളം എന്ന് പറഞ്ഞാൽ എല്ലാം ചെറിയ ഇങ്ങനെ പിടിച്ചു കിട്ടിയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അവിടെ പിടിച്ചു കിട്ടിയിട്ട് ആരെയും പഠിപ്പിക്കാൻ അവർ ശ്രമിക്കത്തില്ല. അവരല്ല അന്തസ്സായിട്ട് നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ ടീച്ചേഴ്സ് പഠിപ്പിക്കും. പിന്നെ സുവോളജിക്കാണെങ്കിലും ബോട്ടണിക്കാണെങ്കിലും ഫിസിക്സിനാണെങ്കിലും 2-3 സാറന്മാർ വെച്ചും ടീച്ചർമാർ വെച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉഴപ്പുന്നവർക്ക് ഉഴപ്പാം എന്ന് വെച്ചാൽ ഒരുപാട്
ഇതൊന്നും അവിടെ കാണിക്കാനും പറ്റില്ല. പണ്ടൊക്കെ ഒരുപാട് റൗഡിത്തരം കാണിക്കായിരുന്നു. കാരണം MSMലോട്ട് വിടുന്നു എന്ന് പറയുമ്പോഴേ കുറേ പേരില്ലോ അവിടോട്ട് വിടല്ലേ എന്നൊരു തോട്ടായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചിടത്തോളം അവിടുന്ന് നമുക്ക് അത്യാവശ്യം ഫ്രീഡം ഉണ്ട്, നമുക്ക് അത്യാവശ്യം സ്നേഹം കിട്ടി. നമുക്കങ്ങനെ ടീച്ചേഴ്സൊന്നും ഫീൽ ചെയ്ത്, എനിക്കങ്ങനെ ടീച്ചേഴ്സൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരോടും നല്ല വർത്തമാനം പറഞ്ഞു. ഞാനങ്ങനെ പാറിപ്പറന്ന് ഫ്രണ്ട്സായിട്ടൊക്കെ പോയി പുറത്തൊക്കെ പോയി ഉച്ചയ്ക്കൊക്കെ നമുക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ പുറത്തിറങ്ങിപ്പോയി. ഞങ്ങൾ ഇടയ്ക്കൊരു സമയത്ത് ഞങ്ങളെ പുറത്ത് വിടത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊക്കെ അടി ഉണ്ടാക്കി ഇറങ്ങി പുറത്ത് പോയതും കള്ള നോട്ടീസൊക്കെ എഴുതിയിട്ട് പിന്നെ വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം, വീട്ടിൽ നിന്ന് സൈൻ ചെയ്തുകൊണ്ട് വരണം എന്നൊക്കെ കള്ള നോട്ടീസൊക്കെ എഴുതി കൊടുത്തിട്ട്. അപ്പം ഞാൻ അങ്ങനെ നടന്നിട്ട് ഇവിടെ വന്നൊരു ഹോസ്റ്റലിൽ അയ്യോ എനിക്ക് ഇവിടുത്തെ ഫ്രണ്ട്സായിട്ട് ഞാൻ സെറ്റ് ആവത്തില്ല. ആദ്യം വിട്ടിരുന്നത് എൻ്റെ ഈ വീഡിയോസിൻ്റെ ആദ്യം കണ്ടാൽ മനസ്സിലാകും, ഞങ്ങൾ ഒരു ഹിന്ദി, ഒരു തെലുങ്ക്, ഒരു മലയാളം, അങ്ങനെ ഞങ്ങളെ റൂമിലിട്ടിരുന്നത്. എനിക്ക് തീരെ ആ സമയത്തൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നതുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മൈൻഡൊന്നും ഒട്ടും ഓക്കെ അല്ല. അങ്ങനെ ഞാൻ എനിക്കാണെങ്കിൽ അവിടെ തൊട്ട് തുടങ്ങി. എനിക്ക് ഫ്രണ്ട്സ് ഓക്കെ ആവുന്നില്ല, എനിക്ക് ഫുഡ് ഓക്കെ ആവുന്നില്ല, എനിക്ക് പിന്നെ പഠിത്തത്തിൻ്റെ സ്ട്രെസ്സ് കൂടി. അപ്പം എനിക്ക് നഴ്സിംഗ് പറ്റില്ല എന്ന് തോന്നി. ഇപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും എക്സാമിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ ചുമ്മാ ഇരുന്നിട്ട് ടെൻഷൻ, എനിക്കിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എക്സാമിൻ്റെ കാര്യം കളിക്കുമ്പോൾ അടിപൊളിയായിട്ട് നല്ല ടെൻഷനുണ്ട്. കാരണം ഒരുപാട് പോർഷൻ നമുക്ക് കവർ ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ഒന്നും കൂടെ സങ്കടം. കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച നഴ്സിംഗേ അല്ല നഴ്സിംഗ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ബെഡ് മേക്കിങ്ങും സ്പഞ്ച് ബാത്തും ഒക്കെ ഈ നഴ്സിങ്ങിലുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. ആ നഗ്നമായ സത്യം ഞാൻ അറിയുന്നത്. എന്താ സ്പഞ്ച് ബാത്ത്, ബെഡ് മേക്കിങ് എൻ്റെ വീട്ടിൽ സത്യം പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ എഴുന്നേക്കുന്ന ബെഡ്ഷീറ്റ് വിരിച്ചില്ല എന്ന് പറഞ്ഞത് അങ്ങനെ വളർന്നൊരു കൊച്ചാണ്. ഞാനൊരു പണി എടുക്കത്തില്ല സത്യം പറയാൻ. ഞാൻ തുണി കഴുകത്തില്ലായിരുന്നു. ഉമ്മിക്ക് വയ്യ, അല്ലെങ്കിൽ ഉമ്മിക്ക് തീരെ സമയമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴുകുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഡെയിലി എൻ്റെ വീട്ടിൽ വെച്ചാൽ എൻ്റെ തുണി ഞാൻ കഴുകുക, അനിയൻ്റെ തുണി അങ്ങനെ കഴുകില്ല. എല്ലാവരുടെയും ഉമ്മി തന്നെ കഴുകുന്നത്. പിന്നെ ഉമ്മിക്ക് വയ്യെങ്കിൽ എല്ലാവരുടെയും തുണിയും കൂടെ ഞാൻ തന്നെ കഴുകുക. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഡെയിലി എൻ്റെ തുണി ഞാൻ കഴുകണം. ഒരു ദിവസം മടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് പിന്നെ തുണി കൂടും. കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വീട്ടുകാരെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്ത് നിന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ട്. കാരണം ഇവിടെ അതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റത്തില്ല. ലീവ് എടുക്കണമെങ്കിൽ തന്നെ കുറേ പേരെ വിളിക്കണം. സൂപ്പർവൈസറിനെ വിളിക്കണം, വാർഡ് ഇൻചാർജിനെ. ഇപ്പോൾ എന്നെ 4th ഫ്ലോറിൽ ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ആ വാർഡ് ഇൻചാർജിനെ വിളിക്കണം, NS മാമിനെ വിളിക്കണം, കുറേ ഉണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, നാട്ടിലെനിക്കൊരു തുമ്മൽ വന്നാൽ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്ന് വയ്യാണ്ട് അപ്പോൾ ഒരു തുമ്മൽ വന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ഭയങ്കര കിടക്കാൻ പറ്റാണ്ട് വന്നാൽ പോലും നമുക്കൊരു ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് നല്ലോണം മനസ്സിലായി നഴ്സിംഗ് ലൈഫ്. അല്ലെങ്കിൽ എല്ലാവരും പറയൂലോ, ഒരിക്കലും ഞാൻ കാശുണ്ടാക്കാം എന്നൊരു രീതിയിലല്ല നഴ്സിംഗ് എടുത്തത്. എനിക്ക് നഴ്സിംഗ് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് എടുത്തത്. പക്ഷേ ഇഷ്ടം കുത്തിവെക്കാനും മരുന്ന് കൊടുക്കാനും ആൾക്കാരെ നോക്കാൻ അങ്ങനെയൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ പട്ടിപ്പണിയാണ് എനിക്കിവിടെ വന്നപ്പോൾ നല്ലപോലെ മനസ്സിലായി. പട്ടിപ്പണി എന്ന് വെച്ചാൽ നല്ല പട്ടിപ്പണിയാണ്. കാരണം ഇപ്പം ഞങ്ങൾ പോസ്റ്റിങ്ങിന് നിന്നിട്ട് പോലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം അതുപോലെ ഞങ്ങൾ അവിടെ എടുത്തിട്ട് പണി എടുപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു അവിടെ ഓരോ സിസ്റ്റർമാർക്കും ഇത്ര കേസ് കൊടുക്കും. അവരുടെ പകുതി പണി അവർ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത്. എല്ലാ സിസ്റ്ററും അവിടെ 4 സിസ്റ്റർമാരുണ്ടെങ്കിൽ 4 സിസ്റ്റർമാർക്ക് 4 പേർക്ക് കൊടുത്തേക്കുന്ന പേഷ്യൻറ്റിനെ മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഈ 4 സിസ്റ്റർമാർ നമുക്ക് 4 വഴി കൂടെ പണി തരും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കായിട്ട് ഡെയിലി നമുക്കവിടെ ഇത്ര പണിയുണ്ട്. ആ പണിയെല്ലാം നമ്മൾ എടുക്കണം. ഇൻചാർജ് പറയുന്ന മൊത്തം കേൾക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒന്ന് മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല വയറ് നിറച്ചൊന്നും കിട്ടും. എൻ്റെ ഫ്ലോറിൽ മലയാളികളാണ് ഇൻചാർജ്. സോ പറയണ്ട, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ സൂപ്പർവൈസർ മലയാളിയാണ്, NS മലയാളിയാണ്, എൻ്റെ വാർഡിൽ ഇൻചാർജ് മലയാളിയാണ്. നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഒരു തരികിടെ അവിടെ നടക്കത്തില്ല. പ്രത്യേകിച്ച് 4th ഫ്ലോറിൽ ഞങ്ങളുടെ ഇൻചാർജ് എന്ന് വെച്ചാൽ ചേച്ചിക്ക് സ്നേഹവും കാര്യവും ഒക്കെയാണ്. പക്ഷേ ചേച്ചിക്ക് ഡ്യൂട്ടിയാണ്. അതാണ് എന്തൊക്കെ പറഞ്ഞെന്നുള്ള ഡ്യൂട്ടിയാണ്. എന്നിട്ട് ഞാൻ കരയാതെ ടോപ്പിക്ക് നിർത്തിയിട്ടില്ല. അപ്പോൾ സന്തോഷം കരച്ചിൽ വരുന്നില്ല. കുറച്ച് ആഴത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഈ ടോപ്പിക് ഇപ്പം എനിക്കിങ്ങനെ പറയുമ്പോൾ സങ്കടമൊന്നും വരുന്നില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ വീട്ടിൽ വിളിച്ച് ചില സമയത്ത് വിളിക്കുമ്പോൾ, കാരണം എനിക്ക് ആദ്യമായിട്ട് നൈറ്റ് ഡ്യൂട്ടി ഇട്ട സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മളങ്ങനെ ഞാൻ ഉറങ്ങാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഞാൻ സിനിമ കാണാൻ വേണ്ടി 3 മണി വരെയൊക്കെ ഞാൻ വാപ്പിയുടെ കൂടെ കിടന്ന് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് സിനിമയൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ
അപ്പം ഞങ്ങൾ 3 മണി വരെ 4 മണി വരെയൊക്കെ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. പക്ഷെ പിറ്റേന്ന് അതുപോലെ ഞാൻ ഉറങ്ങി തീർത്തിട്ടുമുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഉറങ്ങാണ്ട് ഒരിടത്തിരുന്ന് ഫോണിൽ കളിക്കുമല്ലോ, അവിടെ ചെന്നിട്ട് പണിയോട് പണി, നമുക്കൊന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത, അപ്പം ഈ ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് കിട്ടിയതിന് ശേഷം ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഈ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഏത് ഡോക്ടർ, ഏതാണ് സെക്യൂരിറ്റി, ഏതാണ് ഹൗസ് കീപ്പിങ്ങിൻ്റെ സൂപ്പർവൈസർ, കാരണം ഹൗസ് കീപ്പിങ്ങിൻ്റെ സൂപ്പർവൈസറൊക്കെ നല്ല ടിപ്പ് ടോപ്പാണ്, യൂണിഫോമൊക്കെ ഇൻഷർട്ടൊക്കെ ചെയ്ത് നല്ല ടിപ്പ് ടോപ്പാണ്. പിന്നെ പല ഡോക്ടേഴ്സും സ്റ്റെത്തൊന്നും ഇടത്തില്ല, നോർമൽ ലുക്കിലായിരിക്കും. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചില ഡോക്ടേഴ്സ് നോർമൽ ലുക്കിലാണ് വരുന്നത്, സ്റ്റെത്തില്ല, പാൻറ്റ് ഷർട്ട്, നോർമലി ഒരു അറ്റൻഡർ കയറി വരുന്ന പോലെ കയറി വരാറുണ്ട്. അങ്ങനത്തെ ഡോക്ടേഴ്സിന് ഒട്ടും മനസ്സിലാവത്തില്ല. പിന്നെ ആദ്യത്തെ സമയത്ത് ആരെ വിഷ് ചെയ്യണ്ട, എത്ര പേരെ റെസ്പെക്റ്റ് ചെയ്യണം, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ വഴക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, കാരണം അറിയത്തില്ല എന്നൊരു കൺസൾട്ട് കിട്ടുന്നുമില്ല. പിന്നെ മനസ്സിലായി ഈ ഫീൽഡ് ഇങ്ങനെയാണ് എന്ന്. ഒരു നേഴ്സ് എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഈ സൂചി കൊണ്ടുവന്ന് കുത്തിയാൽ മതി. പക്ഷെ ആ നേഴ്സിന് എത്ര പേരുടെ വായിരിക്കുന്ന കേൾക്കണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. HR തൊട്ട് നമ്മുടെ ഫ്ലോറിൽ സീനിയർ സിസ്റ്റർമാർ തൊട്ട് അങ്ങ് തലപ്പത്തിരിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വരെ നല്ലപോലെ തെറി കേട്ടാലേ പണിയെടുക്കാൻ പറ്റത്തുള്ളൂ. തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ പ്രശ്നമായിരിക്കും. അതാണ് നഴ്സിങ്ങിന് ഇപ്പോൾ ഞാൻ നല്ലോണം മനസ്സിലാക്കി. എന്നിട്ട് ഞാനിപ്പോൾ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും കേട്ടോ, ഞാൻ 2 വർഷം അത്ര ഞാൻ നഴ്സിംഗ് ചെയ്തോളാം, അത് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രൊഫഷൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു പ്രൊഫഷനിൽ പോകുമെന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമാണ് നഴ്സിങ്, ഞാൻ എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോഴാണെങ്കിലും എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് വയ്യായിക വരുമ്പോൾ എനിക്ക് ലീവ് തന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് മാത്രമല്ല, വയ്യായിക വരുമ്പോൾ എനിക്ക് ലീവ് തരണം, പക്ഷെ എനിക്ക് ലീവ് തന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ പറയും പട്ടിപ്പണി, ഞാൻ 3 ദിവസം ഞാനവിടെ പട്ടിപ്പണി എടുക്കുന്നില്ല എന്നൊക്കെ വെച്ചിട്ട് ഞാൻ വീട്ടിൽ വിളിച്ച് കാര്യം കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്തേ പറ്റൂ. ഇറങ്ങി തിരിച്ചു, നീ നനഞ്ഞു, എനിക്ക് വിളിച്ച് കയറാമെന്നൊക്കെ പറയുന്ന പോലെ. അതാണ് എൻ്റെ നേഴ്സിംഗ് ജേണി എന്ന് പറയുന്നത്. വള വർത്താനം അടിച്ച് 10-20 മിനിറ്റ് ആയി എന്ന് തോന്നുന്നു. സോ കാണാൻ താല്പര്യമുള്ളവർ കാണുക കേട്ടോ. എൻ്റെ വർത്താനം ഇഷ്ടമുള്ളവരൊക്കെ ഇരുന്ന് കാണുക, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോവുക. ഇന്നലെ ഇട്ടേലും വ്യൂവേഴ്സ് കുറവായിരുന്നു, കാരണം നല്ല വള ബോറിംഗ് ആയിരുന്നു കാണുമായിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കണ്ടന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അതെ, എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല ഗൈസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഞാൻ വരുന്നത്. അപ്പം ഇന്ന് ഞാൻ ഒരു നേഴ്സിംഗ് ജേണി ഒന്നും ആയില്ല, ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ. എന്നാലും ഇതുവരെ ഉള്ളൊരു ജേണി അതായിരുന്നു. ഞാൻ നേഴ്സിംഗ് എടുക്കാനുള്ള റീസൺ ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ഇഷ്ടത്തിന് കുറവ് വന്നിട്ടില്ല എന്നല്ല, അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റെപ്പൊക്കെ ഇട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ഡോക്ടർമാരുടെ വൈരിക്കുന്നതൊക്കെ കേൾക്കുന്ന നമുക്കേ വഴക്ക് കിട്ടുക ഡോക്ടേഴ്സിൻ്റെ നിന്ന്. ഇപ്പോൾ BC ഒക്കെ ഉള്ള സമയത്ത് റൗണ്ട്സിനൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പിണ്ണാക്കം അറിയത്തില്ലായിരിക്കും, പക്ഷെ നമ്മൾ കേസ് ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് ചെന്നില്ലെങ്കിൽ അപ്പോൾ നമ്മളെ ചൂടാവും, പിന്നെ എന്തിനു നിൽക്കുകയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സങ്കടം വരും. അതുപോലെ ഈ സ്കാനിങ്ങിന് വിടുമ്പോഴാണെങ്കിലും 2D എന്തിന് വിട്ടാലും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ക്രിയാറ്റിൻ എത്ര ഉണ്ട്. ഫസ്റ്റ് ടൈം പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് വഴക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ ഷൗട്ട് ചെയ്തൊക്കെ വിട്ടിട്ടുണ്ട്. ഞാൻ ഒന്നും അറിയത്തില്ലെങ്കിൽ വരുന്ന എന്തിനാ, ജൂനിയർ സിസ്റ്റർമാരെ എനിക്ക് കാണണ്ട. എനിക്കെന്നല്ല കേട്ടോ, ജൂനിയേഴ്സിന് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അറിയില്ല ഒന്നും, ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളോട് ഈ ഡോപ്ലറിന് പോകുമ്പോൾ ഇന്ന ക്വസ്റ്റ്യൻ ചോദിക്കും, 2Dക്കൊക്കെ പോകുമ്പോൾ ഇന്നതൊക്കെ ചോദിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞങ്ങൾ ഒന്ന് ഏക്ക് മൂക്കും നോക്കാതെ കേഷീറ്റും പൊക്കി പിടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരിക്കും. ഒരുപാട് വഴക്ക് കിട്ടും. പിന്നെ ഇപ്പോഴാണ് കുറച്ചെങ്കിലും, പിന്നെ ലാംഗ്വേജ് അറിയത്തില്ല. ഫസ്റ്റ് ഹോസ്പിറ്റലൊക്കെ ഇട്ട സമയത്ത് ഒന്നും അറിയത്തില്ല. കാരണം നമ്മൾ കോളേജിൽ പോയിട്ട് പഠിച്ച് അവിടെ ഇംഗ്ലീഷിൽ മൊത്തം ക്ലാസ് എടുക്കുന്നത് നമുക്ക് അത്യാവശ്യം വലിയ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കുള്ള ബുദ്ധിമുട്ടുള്ളവരും. ഹോസ്പിറ്റലിൽ ഇപ്പോൾ പേഷ്യൻസ് ആണെങ്കിലും വേറെ സ്റ്റാഫ്സ് ആണെങ്കിലും ഇംഗ്ലീഷ് അറിയാത്ത സ്റ്റാഫ് വരെ ഉണ്ട്. അവിടെ ഇംഗ്ലീഷ് അറിയാത്ത സ്റ്റാഫുണ്ട്, ഇംഗ്ലീഷ് അറിയാത്ത പേഷ്യൻസ് ഉണ്ട്. മുട്ടിപ്പോകുന്നത് അമ്മാതിരി. നമ്മൾ കേരളത്തിലാണെങ്കിൽ പിടിച്ചെങ്കിലും നിൽക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ പറയും വേണ്ടായിരുന്നു, എനിക്ക് വല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെങ്കിലും എടുത്ത് നാട്ടിൽ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമാണ്, എല്ലാം നടക്കും, എവിടെ പോവാൻ. ഇപ്പം ഒരു ഹോപ്പിൽ ഇങ്ങനെ പോവുകയാണ് ഗൈസ്. എക്സാമിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഹോപ്പ് മൊത്തം കൂടി ഇങ്ങനെ പോകും കേട്ടോ. എനിക്ക് നല്ല ടെൻഷനുണ്ട് എക്സാമിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. ഡിസംബറിൽ എക്സാം ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് ടെക്സ്റ്റൊക്കെ കാണുമ്പോൾ എൻ്റെ കാറ്റ് പോവാണ്ട്. നോട്ട്ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോട്ട്ബുക്ക് നോക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും.
പക്ഷേ പഠിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാം അച്ഛൻ്റെ കയ്യിലാണ്. പ്രാർത്ഥിക്കുക. കുറേ പേര് ലൈവിലൊക്കെ കുറേ പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, പോയിരുന്ന് പടിയടി, പോയിരുന്ന് നോട്ട് ചെയ്തടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട്. സോ ഞാൻ ഇപ്പോൾ കുറേ ആയി ഞാൻ പുറത്തൊക്കെ പോയെന്ന് വെച്ചാൽ ഞാൻ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാൻ, ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടുകാരെ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് ആരെങ്കിലും ഒരാൾ എനിക്ക് ഡിപ്പെൻസ് വേണം. അത് നല്ലൊരു ശീലമല്ല, എന്നാലും ഞാനിപ്പോഴും കറക്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ഞാൻ പഠിച്ചിട്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ പഠിച്ചു, ആരുപോലും എനിക്ക് ഒന്നുമില്ല എന്നൊരു ഇതൊക്കെ ആയി. എന്നാലും കുറച്ചൊക്കെ എവിടേക്കോ ഒരാളെങ്കിലും എന്തിനേലും വേണം എന്നൊരു ഇതുണ്ട്. പുറത്തൊന്നും ഞാനങ്ങനെ ഒറ്റയ്ക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു ടൈം പാസ്, എൻ്റർടൈൻമെൻറ്റ് ഒക്കെ പോകുന്നത്. അപ്പോൾ ഇടയ്ക്കൂടെ ചെയ്യുന്നതേ ഉള്ളൂ, പഠിക്കുന്നൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. ഓക്കെ, അപ്പം ഒരുപാട് ഇനി വലിച്ചു നീട്ടുന്നില്ല. ഇപ്പം തന്നെ 20 മിനിറ്റൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.